സമയം 9:30 ആവാൻ പോകുന്നു. അപ്പോൾ ഒരു പൂതി, ഒന്ന് പുറത്തു പോയാലോ എന്ന്. ഒന്നും നോക്കിയില്ല, ഹസ്ബൻഡിനോട് ചോദിച്ചു ഒന്ന് പുറത്തു പോകാമെന്ന്. പുള്ളിയും വലിയ തെറ്റൊന്നും പറഞ്ഞില്ല. സോ നമ്മളന്ന് ബീച്ച് വരെ പോവുക കേട്ടോ. ദേ ഇവിടെയാണ് വന്നത്. ആദ്യം തന്നെ ഒരു പ്ലേറ്റ് മസാല മറ്റേ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അത് സ്റ്റീം ചെയ്തിട്ട് നല്ല മസാലയും ഉള്ളിയും സ്പൈസസ് ഒക്കെ ഇട്ട് അതൊരു പ്ലേറ്റ് വാങ്ങി. പിന്നെതാ ആസ്വദിച്ച് കടൽ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ദേ ഈ കടലിൽ ഒരൊറ്റ ബോട്ട് പോലും പോയിട്ടില്ല. കണ്ടോ? അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. മാത്രമല്ല കടലും അത്യാവശ്യം സീനായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കടലിലെ കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ സ്വീറ്റ് കോണും കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അത് തീർന്നുപോയി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ അതോ എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ എന്നറിയത്തില്ല, ഒന്നുകൂടെ വാങ്ങിച്ചു. അത് കൊള്ളായിരുന്നു. ഇത് നോക്കി, ആ ബീച്ചിൽ നല്ല രീതിയിൽ ഒരു ബൊമ്മക്കളി ബൊമ്മക്കളി എന്നാണോ അത് പറയുന്നത്, ബൊമ്മയാട്ടോ സംതിങ് അതുണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. പുള്ളിയോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അറിയുന്നത് പുള്ളി ദൂരെ നിന്ന് വരുന്നതാ. സോ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പോൾ ചുമ്മാ കണ്ടുപോകാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള മനസ്സ് കാണിക്കണേ. പിന്നെ ആ വാക്വേയിലൂടെ കുറച്ചു നേരം നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും കാറിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് മഴ, തണുപ്പ് എല്ലാം കൂടെ ആണല്ലോ. സോ നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു എന്തേലും കഴിച്ചാലോ എന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, നമ്മൾ തട്ടുദോശ തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. നല്ല വെള്ളം പോലത്തെ ചമ്മന്തിയും സാമ്പാറും വീട്ടിൽ എത്ര കുറുകി നല്ല ടേസ്റ്റിനൊക്കെ വെച്ചാലും ഇതിൻ്റെ അത്രയും വരത്തില്ലല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ മുളക് ചാറും എല്ലാം, ആ പപ്പടവും ഒരു ഓംപ്ലേറ്റും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു പിടി, എൻ്റെ പൊന്നെ അടിപൊളിയാട്ടോ. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ചുക്ക് കാപ്പിയും കൂടെ കുടിച്ച് വീണ്ടും തിരിച്ച് വണ്ടി കയറി നേരെ വീട്ടിലോട്ട്. സോ ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ, ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ സെറ്റല്ലേ.